ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെക്കേഷന് നിങ്ങൾക്ക് അടുത്ത് പോയി താമസിച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ എറണാകുളത്താണ്. ബോൾഗാട്ടി പാലസ് ആണ്. അവിടെയാണ് ഞങ്ങൾ ഇന്നലെ വന്നതാണ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ ചെക്കൗട്ടാണ്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് പല സിനിമകളും ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മളുടെ മൈ ബോസ്, പിന്നെ ഏതാണ് വെള്ളി നക്ഷത്രം, ആ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത പാലസാണ് ബോൾഗാട്ടി പാലസ്. അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് ബെഡ്റൂമാണ്. ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് പാലസിലെ ഒരു ബെഡ്റൂം. നമ്മൾക്ക് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെൻറ്റ് 8,000 റുപ്പീസ് മറ്റോ ആണ്. നമുക്ക് നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ജനലിൽ കൂടെ നോക്കിയാൽ താഴെ നല്ല പച്ചപ്പും മരങ്ങളും അതുപോലെ കായലിൻ്റെ വ്യൂവും എല്ലാം ഇവിടെ നിന്ന് കാണാം. ഇത് ബെഡ്റൂം എന്ന് പറഞ്ഞാലും ഇത് ഒരു ബെഡ്റൂം മാത്രമല്ല. ഇവിടെ ഒരു ബെഡ്റൂം, അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കുന്നത് ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ മിററും കണ്ട. ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ടുള്ള സ്ഥലമാണത്. ഷെൽഫും ഇവിടെ 2 ഷെൽഫ്. ഇവിടെ പുറത്തേക്ക് നല്ല ജനലൊക്കെ ഉണ്ട്. ഇവിടേക്കും നല്ല വ്യൂ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാലും നല്ല പച്ചപ്പും മരങ്ങളും കായലിൻ്റെ വ്യൂവും എല്ലാം ഇവിടെ നിന്നും ഉണ്ട്. അതുപോലെ പിന്നെ ഇത് ടോയ്ലറ്റും വിശാലമായൊരു മുറിയാണ്. കണ്ടേ, ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റിൽ വരെ ഇവിടെ ജനലുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു റിനോവേറ്റ് ചെയ്തപ്പോൾ ഒരു റൂമൊക്കെ ബാത്റൂം ആക്കിയതാവാം. കണ്ടോ, ഇവിടെ നമുക്ക് ജനലുണ്ട്. കർട്ടനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കർട്ടൻ പൊക്കിയാൽ ഇവിടെ ഒന്നും നല്ല വ്യൂ ആണ്. ഇതാണ് ബാത്റൂം വരുന്നത്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഇന്നലെ പിള്ളേർ പൂളിൽ ഇറങ്ങിയിട്ട് ഡ്രസ്സൊക്കെ ഇവിടെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഇത് ബാത്റൂം. ഇപ്പം ഇതൊരു ബെഡ്റൂം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റൂമും കൂടി ഉണ്ട്. ഒരു റൂം വരുന്നത്. അപ്പം നമുക്ക് കൂടുതൽ, ഇപ്പം ഞങ്ങൾ 3 പേരാണ്. ഞാനും ഹസ്ബൻഡും മോനും ഉണ്ടായിരുന്നു. അപ്പം മോന് ഞങ്ങൾ എക്സ്ട്രാ ബെഡ് പറഞ്ഞത് എക്സ്ട്രാ ബെഡാണിത്. ഇവിടെയും ഒരു റൂമുണ്ട്. TV, കെറ്റിൽ എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് അയൺ ചെയ്യണമെങ്കിൽ ഒരു ടേബിള്, അത് അതിവിടെയാണ്, ഈ റൂമിലാണ് അയൺ ചെയ്യാനായിട്ട് ടേബിള്, അയൺ ബോക്സ് എല്ലാം ഉണ്ട്. രാജകീയ പ്രൗഢിയോടുകൂടി തന്നെ ലൈറ്റുകളും എല്ലാം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ 1, 2, 3 റൂം കൂടിയതാണ് നമ്മളുടെ. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു വരാന്തയുണ്ട്. ഈ വരാന്തയിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ഇവിടെ ഇതാ കണ്ട, ഇവിടെ ഈ ജനലുകൾ തുറന്നിടാം. പുറത്തേക്ക് നല്ല വ്യൂ ആണ്. ജനൽ തുറന്നിട്ടാൽ ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് വരുമ്പോൾ നല്ല കാറ്റായിരുന്നു. ഇപ്പോൾ പക്ഷെ രാവിലെ അത്രയും കാറ്റില്ല. ഇതാ നമ്മുടെ വണ്ടികളൊക്കെ പാർക്കിംഗ് ഒക്കെ ദേ അവിടെയാണ്. ഇഷ്ടംപോലെ. എനിക്ക് തോന്നുന്നു എല്ലാ റൂംസും ഓൾമോസ്റ്റ് ഫുള്ളാന്ന് തോന്നുന്നു. ഇവിടെ മുകളിലാകെ 2 ബെഡ്റൂമാണുള്ളത്. ഇതൊന്ന്, ഇപ്പം ഞാൻ കാണിച്ച ബെഡ്റൂമാണ് ഇത്. ഒന്ന്. പിന്നെ ഇവിടെ ഇതെല്ലാം അടഞ്ഞു കിടക്കുവാണ്. എനിക്ക് തോന്നുന്നു അതറിയില്ല എന്താന്നുള്ളത്. ആ ഒരു ബെഡ്റൂമും പിന്നെ ഇതേ ഇവിടെ അറ്റത്ത് ഇവിടെ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. ഈ 2 ബെഡ്റൂമും ഞങ്ങൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളും ചേട്ടനും വന്നിട്ടുണ്ട്. അവർ ഉറങ്ങുവാണ്. അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറുന്നില്ല. പള്ളിയിൽ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോയി വന്ന് അവർ ജസ്റ്റ് ഒന്ന് കിടക്കുവാണ്. അപ്പോൾ ഈ വരാന്ത, നമ്മൾ ഈ 2 റൂം എടുത്താൽ ഈ ഏരിയ ഫുള്ള് നമ്മുടെയാണ്. ഇവിടേക്ക് പിന്നെ വേറെ ആരും വരില്ല. നല്ല പ്രൈവസി ഉണ്ട്. അവിടേക്ക് ഇരിക്കാം. എല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്ന് ക്ഷീണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും മൊബൈലിലേക്ക് കയറിയേക്കാണ്. മമ്മി, അന്ന, അലൻ. ഇവിടേക്ക് ഇങ്ങനെ നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ നിന്നൊരു കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് ഒരു പയ്യനും പെണ്ണുമൊക്കെ വന്നിട്ട് ഇവിടെ ഷൂട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ കല്യാണത്തിൻ്റെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ഏരിയ ഇപ്പോൾ മുകളിൽ 2 റൂമിൽ ഞങ്ങളായതുകൊണ്ട് ഈ റൂം ഫുൾ ഞങ്ങളുടെയാണ്. ഇവിടേക്ക് വേറെ ആരും വരില്ല. അപ്പം നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ എത്ര ഫാമിലി ഉണ്ടോ അതിനനുസരിച്ച് എടുത്താൽ ഇതൊരു വശം. ഇനി നമ്മളുടെ റൂമിൽ നിന്ന് മറ്റേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് ഇറങ്ങാം. അവിടേയും ഒരു വരാന്തയുണ്ട്.
ഞാൻ കാണിക്കാം. ഇത് ആണ് മറ്റേ പുറത്തേക്കുള്ള വരാന്ത. ഇവിടെ ഇറങ്ങിയാലും കണ്ട, ഇവിടെയും വിശാലമായ സ്ഥലമാണ്. ഇടയ്ക്കൊക്കെ പുറത്തേക്ക് നല്ല വ്യൂ ആണ്. നോക്കിയാൽ കായലും പച്ചപ്പും വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നിങ്ങൾ വൺസ് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം പ്രകൃതിയുടെ നാച്ചുറൽ ബ്യൂട്ടി. ഇതാ കണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഫുൾ ഒരു വരാന്തയാണ്. അപ്പോൾ ഈ 2 റൂമും നമ്മൾ തന്നെ എടുക്കുവാണെങ്കിൽ ഇത് ഫുൾ നമുക്കാണ്, വേറെ ആരും ഇങ്ങോട്ട് വരില്ല. ഇവിടെയൊക്കെ ഇരിക്കാനും രാത്രി റൂമെല്ലാം AC ആണ്. ഡോറ് തുറന്നിടുമ്പോൾ പുറത്തേക്കും അതിൻ്റെ തണുപ്പ് വരുന്നുണ്ട്. ഇവിടെയാണെങ്കിലും ഇപ്പം വലിയ കാറ്റില്ല, പക്ഷെ ഞങ്ങൾ ഇന്നലെ വന്ന സമയത്തൊക്കെ നല്ല കാറ്റായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കളിക്കാനും ഇവിടെ വന്നിരുന്ന് സംസാരിച്ചിരിക്കാനും. ഈ ഗ്ലാസ്സുകൾ ജനലുകൾ തുറക്കാം കേട്ടോ. തുറക്കുമ്പോൾ ഇപ്പോൾ കാറ്റില്ല, പക്ഷെ രാവിലെ വന്ന സമയത്ത് നല്ല കാറ്റായിരുന്നു. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. കണ്ടോ, നമുക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാം. ഞങ്ങൾ രാവിലെ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ അവിടെ താഴെ നോക്കുമ്പോൾ കായലിലൊക്കെ നല്ല മീനുണ്ടായിരുന്നു, കരിമീനും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കിവിടെ ചൂണ്ടയൊക്കെ കിട്ടും. ഞങ്ങൾ ചൂണ്ടയൊക്കെ ഇട്ട് നോക്കി, പക്ഷെ ഞങ്ങൾക്ക് മീനെ കിട്ടിയില്ല. കാരണം ഇരയിടാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ബ്രെഡ് വാങ്ങിച്ചു കൊണ്ടുവന്നാണ് ഞങ്ങൾ ഇട്ടത്. ബ്രെഡ് പെട്ടെന്ന് അലിന്നു പോവും. ഇത് ഈ വരാന്ത ഞാൻ കാണിച്ചില്ലേ, ഈ വരാന്ത അവിടെ നിന്ന് മുതൽ ഇവിടം വരെയുണ്ട്. ഇവിടുന്ന് ഇത് മറ്റേ ബെഡ്റൂമിൻ്റെയും, അതായത് 2 ബെഡ്റൂമും സെയിം ആണ്. ഇതുപോലെ തന്നെയാണ് മറ്റേ ബെഡ്റൂം, 2 സെയിം ആണ്. ഇവിടെ താഴേക്ക് സ്റ്റെയർ. നിങ്ങൾ വെള്ളി നക്ഷത്രത്തിൽ കണ്ടത് ഓർക്കുന്നുണ്ടാവാം ഈ സ്റ്റെയർ. ഇത് താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ താഴെ ഈ വശത്തെ സ്റ്റെയർ ലോക്ക്ഡാണ്. ഇവിടെ കല്യാണത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ലോക്ക്ഡാണ് കേട്ടോ. മറ്റേ വശത്തൂടെ സ്റ്റെയറിൽ കൂടെ നമ്മൾക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെ 2 ഫാമിലി 2 റൂം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്, ഇപ്പം ഞങ്ങൾ ഫാമിലി ഞങ്ങൾ 9 പേരുണ്ട്. ഞാനും സജിയും 2 കുട്ടികളും, ചേട്ടൻ, ചേച്ചി, അവരുടെ ഒരു മോൻ, ഡാഡി, മമ്മി, അങ്ങനെ ഞങ്ങൾ 9 പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും ഈ പാലസ് റൂമിൽ 4 ബെഡ്റൂമാണുള്ളത്. അതിൽ 3 എണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് മുകളിൽ 2 എണ്ണം, താഴെ 1 എണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം വേറെ ആരും എടുത്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളിൽ ഈ പാലസിൻ്റെ റൂമിൽ മാത്രമാണ് ഇത്രയും സൗകര്യങ്ങളുള്ളത്. മറ്റു റൂം പിന്നെ പറഞ്ഞത് സ്യൂട്ട് റൂം ഉണ്ട്, എന്നാലും ഇത്രയും സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞു. ഇതാണ് സ്റ്റെയർ. നമ്മൾ ഈ വശത്തു നിന്ന് ഇറങ്ങുന്ന സ്റ്റെയറാണിത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴെ വന്നു. ഇവിടെ ഈ പാലസിൻ്റെ ഇതിൽ 2 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂം ഇതാ കണ്ടോ, പാലസ് ഹാളിലെ ബെഡ്റൂമിലാണ് കേട്ടോ ഇത്രയും സൗകര്യമുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അത് ഞങ്ങളുടെ അല്ല. ഇവിടെ താഴെ ഞങ്ങൾ എടുത്തിരിക്കുന്ന ബെഡ്റൂം, ഇവിടെ ഡാഡി മമ്മിയും താഴെയാണ്. അപ്പോൾ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ താഴെ എടുക്കാം. ഇതാണ് താഴെയുള്ള ഞങ്ങൾ എടുത്തിരിക്കുന്ന ബെഡ്റൂം. ഇവിടെ ഞങ്ങളൊരു എക്സ്ട്രാ ബെഡ് വാങ്ങിച്ചു, കാരണം എല്ലാ റൂമിലും 3 പേരുണ്ടായിരുന്നു. ഇതാണ് ഇവിടെ AC വർക്ക് ചെയ്യുന്നില്ല. ശരിക്കും ഇവിടെ AC ഉണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ അവിടെ മറ്റേ മുറിയിൽ AC വെച്ചിട്ട് വാതിൽ തുറന്നിട്ട് ഫാൻ ഇട്ടാൽ ഇവിടെ ഓക്കെയാണ്. അത്യാവശ്യം തണുപ്പുണ്ട്. ഇതാണ് ഒരു റൂം വരുന്നത്. ഡാഡി റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ മറ്റ് റൂമിൻ്റെ പോലെ ഇവിടെ ഡൈനിങ് റൂമെല്ലാം ബെഡ്റൂമിൽ തന്നെയാണ്. മുകളിലുണ്ടായിരുന്ന മുറിയിൽ ബെഡ്റൂമിൻ്റെ അപ്പുറത്തൊരു റൂമിലായിരുന്നു ഡൈനിങ് ടേബിളൊക്കെ. ഇവിടെ ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലമുണ്ട്. ഇവിടെ ബാത്റൂം വരുന്നത്, അതാണ് ഇവിടെ ബാത്റൂം വരുന്നത്. ഇവിടെ സ്പേഷ്യസ് ആണ്, ടോയ്ലറ്റൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെയും വരുന്നുണ്ട് ജനൽ. പക്ഷെ ഇത് കർട്ടൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ കണ്ട കർട്ടൻ പൊക്കിയാൽ പുറത്തെ വ്യൂ നന്നായിട്ട് പൂളെല്ലാം ഇവിടുന്ന് കാണാം. റെസ്റ്റോറൻ്റാണ് ഈ സൈഡിൽ കാണുന്നത്. നല്ല ലൈറ്റും എല്ലാം നല്ലതുണ്ട്. ഇതാണ് താഴത്തെ ഒരു ബെഡ്റൂം. ഷെൽഫൊക്കെ ഉണ്ട് ഇവിടെ, മിററും എല്ലാം. പിന്നെ ഇതും പുറത്തേക്കാണ്, ഇത് വരുന്നത് പുറത്തേക്കാണ്.
ഇത് തുറന്നാൽ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ ആണ്. ഇവിടെ കായലിൻ്റെ ഒക്കെ നല്ല വ്യൂ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് പൂള്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ. മരങ്ങളും പച്ചപ്പും കായലും എല്ലാം. നമ്മുടെ പാലസിനെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് ഞങ്ങൾ ചൂണ്ടയിട്ട്. രാവിലെ മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കായലിൽ, പക്ഷെ ഞങ്ങൾക്ക് ചൂണ്ടയിലൊന്നും കിട്ടിയില്ല. ഇതാണ് പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഇവിടെ കല്യാണത്തിൻ്റെ ഒരു പെണ്ണിനെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് മുകളിൽ ഞാൻ നിങ്ങളെ ഉള്ളിൽ നിന്ന് കാണിച്ചു തന്ന സ്ഥലമാണ് ഈ കാണുന്നത്. മുകളിലപ്പോൾ ശരിക്കും 2 ബെഡ്റൂം മാത്രമേ ഉള്ളൂ, താഴെ 2 ബെഡ്റൂം. അപ്പം ഞാൻ ബെഡ്റൂമിൽ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടെ നടുക്കുന്ന നമുക്ക് കയറാം ഇങ്ങോട്ട്. ഇവിടെ ഒരു കല്യാണം ഉള്ളതുകൊണ്ട് അതിൻ്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ വന്നിട്ട് ഇതാണ് ഞാൻ അവിടെ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സ്റ്റെയർ. അതാണ് ഇവിടെ നമുക്ക് ഇവിടെ നടുക്കൊരു റൂമുണ്ട്. ഇത് എന്തിനാണാവോ എന്നെനിക്കറിയില്ല. അവിടെ ഞങ്ങൾ ഇന്നലെ വരുമ്പോൾ സെക്യൂരിറ്റി ഒരു ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. നമ്മുടെ വണ്ടിയൊക്കെ പാർക്കിംഗ് ഒക്കെ ഇവിടെയാണ്. ഇവിടെയാണെങ്കിലും വൈകുന്നേരമൊക്കെ ഞങ്ങൾ ഇതിൽ കൂടെയൊക്കെ നടന്നു. നല്ല കാറ്റും നല്ല വ്യൂ ആണ്. പിന്നെ ഇവിടെ നല്ല സേഫ്റ്റിയാണിത്. ഇവിടെ ഒരു ഗേറ്റ് അടച്ചിട്ടിട്ടുണ്ട്, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് വണ്ടിയുടെ പാർക്കിങ്ങിലേക്ക് പോകാനായിട്ട് ഇതിലേ പോവാം. ഗേറ്റ് കുറ്റിയിട്ടിരിക്കുകയാണ്, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഇത് തുറക്കാമോ എന്നറിയില്ല. എന്തായാലും ഞങ്ങൾ ഇന്നലെ പോയിരുന്നു. അപ്പോൾ തുറന്ന് ഞാൻ കാണിച്ചു തരാം. ഗേറ്റ് തുറന്നു വന്നാൽ ഇതാണ് നമ്മുടെ സ്ഥലം, പാർക്കിംഗ്. അവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നണു റൂംസ് എല്ലാം ഫുള്ളായിരിക്കണം. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. ഇതാണ് എൻട്രൻസ്, അതായത് അവിടെ നിന്ന് വരുന്നത്. വഴിയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ഇവിടെ റിസപ്ഷൻ വരുന്നത് ഞാൻ കാണിക്കാം. ഇവിടെയാണ് പാർക്കിങ്. അവിടെ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് നല്ല തണുപ്പാണ്. പക്ഷെ ആ വെള്ളത്തിന് ഒരു സ്മെല്ലുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ആ കായലിലെ വെള്ളമാണെന്ന് തോന്നുന്നു, ഒരു സ്മെല്ലുണ്ട്. ഇവിടെ വിശാലമായ പാർക്കിംഗ് ഉണ്ട്. ഈ ഫൗണ്ടൻ്റെ അടുത്തിരിക്കുന്ന വണ്ടികളെല്ലാം നനഞ്ഞിട്ടുണ്ട്. ആ ഫൗണ്ടനിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ അവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. ആ വണ്ടിയിലാണ് ഞങ്ങൾ വന്നത്. ഞാൻ ആ വണ്ടി കാണിച്ചു തരാം. നമ്പർ കിട്ടിയിട്ടില്ല, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ളൂ, ടെമ്പററി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതാണ് ചേട്ടൻ്റെ വണ്ടി, ഇതാണ് ഞങ്ങളുടെ വണ്ടി. പുതിയ വണ്ടി ഇന്നോവയാണ് എടുത്തിരിക്കുന്നത്, ഹൈബ്രിഡാണ്. ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഇതിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളും ചേട്ടനും കൂടിയാണ് വന്നത്. ചേട്ടൻ്റെ വണ്ടി, ഞങ്ങളുടെ വണ്ടി. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ കായലിൻ്റെ തീരത്തൂടെ നല്ല വ്യൂ ആണ്. ഇപ്പോൾ വെയിലുണ്ട്, രാവിലെ വരുമ്പോൾ വെയിലുണ്ട്, കാറ്റും ഇല്ല. പക്ഷെ വൈകുന്നേരം ഞങ്ങൾ വന്നപ്പോൾ നല്ല കാറ്റായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് കുറേ നേരം ഇരുന്നു. ആ ഉച്ച സമയത്താണെങ്കിലും ഞങ്ങളൊരു 2:30 മുതലൊക്കെ ഞങ്ങളിവിടെ ആയിരുന്നു. ആ സമയത്താണെങ്കിലും ഒട്ടും ചൂടുണ്ടായിരുന്നില്ല, നല്ല കാറ്റും. കണ്ട ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ആ സമയത്ത് കപ്പലുകളും ബോട്ടുകളും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കപ്പലിലൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്തൊക്കെ പോകുന്നുണ്ടായിരുന്നു. കണ്ട കപ്പലിലൊക്കെ പോകുമ്പോൾ കാണുന്ന വ്യൂ ആണ്. കണ്ട നല്ല പച്ചപ്പും മരങ്ങളും ലോണെല്ലാം പിടിപ്പിച്ച് നല്ല ഭംഗിയാണ്. ഫൗണ്ടൻ ഇവിടുന്ന് കാണാം. മറ്റേ വശത്ത് നിൽക്കുമ്പോൾ ഈ ഫൗണ്ടൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഈ കായലിലെ വെള്ളത്തിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇവിടെ എല്ലാം നല്ല രീതിയിൽ മരങ്ങളൊക്കെ പിടിപ്പിച്ച് പാലകളും പാലകളിലൊക്കെ നല്ല വെള്ളപ്പൂണ്ടായി നിൽക്കുന്ന പാലകളും വെർട്ടിക്കൽ ഗാർഡനും ഒക്കെ ആയിട്ട് നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വെറുതെ ഇരുന്ന് കുറച്ച് നേരം ബിസിനസ്സിൻ്റെയും ജോലിയുടെയും ടെൻഷനിൽ നിന്നെല്ലാം മാറി ഒരു വെക്കേഷൻ അടുത്ത സ്ഥലത്ത് വന്നിട്ട്, അതായത് എറണാകുളത്ത് നിന്ന് അടുത്തുള്ളവർക്ക്, ഞങ്ങൾ ചാലക്കുടിയാണ്, അപ്പം ഞങ്ങൾക്ക് എറണാകുളം അടുത്താണ്. പിന്നെ ഡാഡിയും മമ്മിയൊക്കെ ഉണ്ട്. ഡാഡിക്കും മമ്മിക്കൊക്കെ ഒരുപാട് യാത്ര ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ അടുത്തുള്ള ഒരു സ്ഥലം നോക്കി എടുത്തതാണ്. ഞങ്ങൾ ഇന്നലെ വന്നു, സാറ്റർഡേ വന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവും.
അതും ഇവിടെയൊക്കെ ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കണ്ട, ഇലകളൊക്കെ അടിക്കുന്നു, മരങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ വരുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും നല്ല പച്ചപ്പും ഗ്രീനറിയും ഒക്കെയാണ്. അപ്പം നിങ്ങൾ വരുമ്പോൾ ഈ പാലസിൽ നിങ്ങൾക്ക് 4 റൂം ആവശ്യമുള്ളവർ, അത് പക്ഷേ മിക്കവാറും ബുക്ക്ഡ് ആയിരിക്കും. നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്താലാണ് അത് കിട്ടുകയുള്ളൂ. കാരണം ആ റൂമിൽ മാത്രമാണ് അത്രയും സൗകര്യങ്ങളുള്ളത്. അപ്പം 4 ബെഡ്റൂം വേണ്ടവർക്ക് 12 പേർക്ക് വരെ താമസിക്കാം. 2 പേർക്ക് അവിടെ കട്ടിലിൽ കിടക്കാം. പിന്നെ ഒരു എക്സ്ട്രാ ബെഡ് നിങ്ങൾ പറഞ്ഞാൽ അത്രയും സ്പേഷ്യസുമാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ കൂടുതൽ പേർക്കൊക്കെ കിടക്കാം, പക്ഷെ അതവർ അലവ് ചെയ്യില്ല. ഒരു ബെഡ്റൂമിൽ 3 ആൾ മാക്സിമം. ഇതാണ് റിസപ്ഷൻ വരുന്നത്. റിസപ്ഷൻ്റെ ഇതാ പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. കണ്ട, ഇവിടെ വന്ന് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഇവർ നമ്മളെ എങ്ങോട്ടാണോ, നമ്മുടെ റൂം എവിടെയാണോ അതിനനുസരിച്ച് ഇടും. ഇതാണ് റിസപ്ഷൻ വരുന്നത്. 1 മണിക്കാണ് ചെക്കിങ് വരുന്നത്. ചെക്കിങ് 1 o'clock, ചെക്കൗട്ട് 11 o'clock ആണ്. അപ്പം ഞങ്ങൾ ഏകദേശം ഇപ്പോൾ 9:15 ആയിട്ടുള്ളൂ. റിസപ്ഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇതാണ് റിസപ്ഷനിൽ നിന്ന് വരുമ്പോൾ ഉള്ള വ്യൂ. ഇതെവിടെയാണ്, റെസ്റ്റോറൻറ്റ് എവിടെയാണ്. നമ്മുടെ പാലസിലേക്ക് പോകുന്നത് ആ വഴിയാണ്. ഞാൻ നിങ്ങളെ പൂളൊന്ന് കാണിച്ചു തരാം അതിനു മുമ്പ്. ഇവിടെ ബിയർ പാർലറുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പൂളൊക്കെ ഉണ്ട്. പൂളിൽ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം പിള്ളേർ ഇറങ്ങിയിരുന്നു. ഞാൻ ഇറങ്ങണം എന്ന് വിചാരിച്ച് വന്ന്, പക്ഷേ പിന്നെ ഇറങ്ങിയില്ല. പൂളൊക്കെ നല്ല ചെറിയ പൂളും ഉണ്ട്, കുട്ടികൾക്ക് ചെറിയ പൂളും ഉണ്ട്. ഇതാണ് കുട്ടികളുടെ പൂള്, ചെറുത്. ഇപ്പം നല്ല വെയിലാണ്. ഇത് ആണ് വലിയ പൂള്. എനിക്ക് തോന്നുന്ന ഒരു 5 അടി 5.5 അടിയൊക്കെ ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും. അതാണ് വരുന്നത്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു പാർക്ക്, ചെറിയൊരു പാർക്കുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ചെടികളും മരങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ രാത്രിയാണെങ്കിലും ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു ഇവിടെ. ഇത് കണ്ട, ഇവിടെയൊക്കെ വന്നിരുന്ന് വർത്താനമൊക്കെ പറയാം. ഇന്ന് മലപ്പുറത്തുനിന്ന് ഒരു കല്യാണം ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ ഇന്നലെ വന്ന് സ്റ്റേ ചെയ്ത് ഇന്നിപ്പോൾ കല്യാണമുണ്ട്, അത് കഴിഞ്ഞിട്ട് പോകും. ഞങ്ങൾ കുറച്ച് പേരെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ഇതാ കണ്ട, ഇവിടെയൊക്കെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ബെഞ്ചുകളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ചൂണ്ടയിട്ടത്. ഇതാ കണ്ട, ഞങ്ങളുടെ പാലസാണ് ആ കാണുന്നത്. ആ കാണുന്നതാണ് പാലസ്. ഇനി ഞാൻ ചൂണ്ടയിട്ട സ്ഥലമൊക്കെ കാണിച്ചു തരാം. എവിടെയൊക്കെ നമുക്ക് വന്നിരിക്കാം. ഇവിടെ വെയിൽ വരുമ്പോൾ ചെറിയ ചൂടുണ്ട്, പക്ഷെ ഇപ്പോൾ കാറ്റില്ല. വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ഒട്ടും ചൂടുണ്ടായിരുന്നില്ല, നല്ല കാറ്റുണ്ടായിരുന്നുണ്ട്. ഇതാണ് കായലിലേക്കുള്ള വ്യൂ. നേരത്തെ ഞാൻ കാണിച്ചത് ഇതിൻ്റെ ഒരു വശമാണ്, ഇത് മറ്റേ വശമാണ് കാണുന്നത്. ഇത് ഇവിടെ നിന്ന് നോക്കിയാലും കപ്പലുകളും ബോട്ടുകളും ഒക്കെ പോകുന്ന കാണാം. ഇവിടെ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്കിവിടെ ഇരിക്കാം. കല്യാണത്തിന് വന്നിരിക്കുന്നവരാണ് ഇവരെല്ലാം. ഇത് കണ്ടോ, ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്, ഫുൾ കായലാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. ഞങ്ങൾ ബോട്ടിൽ പോകണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പോകാനായിട്ടൊന്നും പറ്റില്ല. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന് സമയമൊക്കെ പോയി. ഇതാ കായലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ബോൾഗാട്ടിയുടെ വ്യൂ ആണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് ചൂണ്ടയൊക്കെ ഇടാനായിട്ട് ചൂണ്ടയൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ വന്നിട്ട് നമ്മൾ പേരെഴുതിയിട്ട് ഇവർ ചൂണ്ട തരും. ഇവിടെ നിന്നാണ് നമ്മൾ ചൂണ്ട എടുക്കുന്നത്. ചൂണ്ട മാത്രമേ ഉള്ളൂ, അതിലിടാനുള്ള തീറ്റ കിട്ടുമോ നമുക്ക് ഇവിടുന്ന്? ആ ഫിഷിൽ അതിൽ ആ കൊളുത്തിൽ എന്തെങ്കിലും ഇടണ്ടേ? നമ്മള് ഒന്നും ഇടണ്ട, അങ്ങനെ വെറുതെ ഇട്ടാൽ കിട്ടുമോ? എന്ത് മീനെ കിട്ടും? ഞങ്ങളിന്ന് രാവിലെ വന്നപ്പോഴേ ചേട്ടൻ ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞങ്ങൾ ഈ ചൂണ്ടയൊന്നും എടുത്തുകൊണ്ട് ഇട്ടു. അപ്പൊ ഞങ്ങള് റെസ്റ്റോറന്റിൽ നിന്ന് ബ്രെഡ് വാങ്ങിച്ചുകൊണ്ടുവന്ന് ബ്രെഡ് കഴിച്ചു, പക്ഷെ മീനൊന്നും കിട്ടിയില്ല. കരിമീനൊക്കെ ഉണ്ട്, കണ്ടു, ഞങ്ങള് കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ ചൂണ്ട എടുക്കുന്നത്. ചൂണ്ട ഇവർ വരുമ്പോൾ നമ്മുടെ പേരെഴുതി വെച്ചിട്ട് തരും, എന്നിട്ട് നമ്മൾ കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. ഞങ്ങൾ ചൂണ്ടിട്ട സ്ഥലം കാണിച്ചു തരാം. മീനെ ക്ലിയർ ആവുമോയെന്ന് അറിയില്ല. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ വെള്ളമെല്ലാം ഇങ്ങനെ കലങ്ങി കിടക്കുമായിരുന്നു, പക്ഷെ ഇന്ന് രാവിലെ വന്നപ്പോൾ വെള്ളമെല്ലാം നല്ല തെളിഞ്ഞാണ് ഇരുന്നിരുന്നത്.
മീനെയൊക്കെ ശരിക്കും കാണാമായിരുന്നു. ഞങ്ങളിതാ ഇവിടെയൊക്കെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇതേ കണ്ടോ, കൊക്കുകളൊക്കെ നാച്ചുറലായിട്ടുള്ള റിയൽ ആയിട്ടുള്ള കൊക്കുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. സാധാരണ ഇങ്ങനെ ലോണിലൊക്കെ കൊക്കിന് ഉണ്ടാക്കി വെക്കില്ലേ, അതല്ല, റിയൽ ആയിട്ടുള്ളതാ. അവിടെ പാലയിലൊക്കെ നല്ല വെള്ളപ്പൂണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ ചൂണ്ടയിട്ടത്. ഇപ്പം മീനെ കാണുന്നുണ്ടോയെന്നറിയില്ല. ഇപ്പോൾ വെള്ളമൊക്കെ കലങ്ങി. എനിക്ക് തോന്നുന്നു ബോട്ടുകളൊക്കെ പോയി തുടങ്ങുമ്പോഴാണെന്ന് തോന്നണു വെള്ളമൊക്കെ കലങ്ങി. ഞങ്ങൾ രാവിലെ വരുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. ഇതാണ് നമ്മുടെ പാലസ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അതായത് വെള്ളി നക്ഷത്രം, മൈബോസിൽ ആ ദിലീപ് വന്ന് അവളെ കുറേ ഇങ്ങനെ നടത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം അവൻ്റെ വീടെത്തുമ്പോൾ കാണിക്കുന്ന ആ വീടില്ലേ, അതാണിത്. അവിടെയാണ് ഞങ്ങൾ ഇന്ന്. അപ്പോൾ എന്തായാലും ഒരു ദിവസം നിങ്ങളൊന്ന് രാജാവിനെ പോലെ ഇവിടേക്കും താമസിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കണ്ടോ. അപ്പം 4 ബെഡ്റൂം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാലസ് മൊത്തം നിങ്ങളുടെയാണ്. 4 ബെഡ്റൂം ആകുമ്പോൾ ഒരു 8,000 സംതിങ് ആ റേഞ്ചിലാണ് പെർ റൂം വരുന്നത്. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച്. പിന്നെ മറ്റു റൂമുകൾക്ക് ഇതിലും കുറച്ച് കുറവാണ്, പക്ഷെ ഇത്രയും സ്പേഷ്യസ് അല്ല. നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ 4 റൂം എടുത്താൽ ഈ പാലസ് ഫുള്ള് നിങ്ങളുടെയാണ്. അപ്പോൾ വെക്കേഷന് ഇങ്ങനെ അടുത്തൊക്കെ, പക്ഷെ നേരത്തെ ബുക്ക് ചെയ്യണം. ഇന്നലെ ഞങ്ങൾ 1 മണിക്കാണ് ചെക്ക് ഇൻ, പക്ഷെ ഞങ്ങൾക്കൊരു 1:45 റൂം കിട്ടിയപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞത് ഗസ്റ്റ് ഇറങ്ങാനായിട്ട് കുറച്ച് താമസം വന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളൊരു 1 മണി ആവാറായി ഞങ്ങൾ എത്തിയപ്പോൾ. പിന്നെ നമുക്കിവിടെ നടന്ന് കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പം ഞങ്ങളതൊക്കെ കണ്ടു വന്നപ്പോഴേക്കും അവിടെ ഹൗസ് കീപ്പിംഗ് ഒക്കെ നല്ല പ്രോപ്പറാണ്. ചേച്ചിയുടെ പേരെങ്ങനെയാ? സൗമ്യ ഞങ്ങൾ പരിചയപ്പെട്ടിരുന്ന ചേച്ചി, നമ്മളല്ലേ പരിചയപ്പെട്ട ജയശ്രീ. ഓക്കെ. അപ്പം ഇവരൊക്കെ ഹൗസ് കീപ്പിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. അപ്പം ചേച്ചി നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഇവർ ഓൾറെഡി ക്ലീനിങ് ഒക്കെ തുടങ്ങി. ഈ റൂമിൽ എന്താ ചേച്ചി? മീറ്റിങ്ങുകളൊക്കെ നടത്താനായിട്ട്. മീറ്റിങ്ങുകളൊക്കെ നടത്താനാണ്. ഞാൻ നേരത്തെ കാണിച്ച 2 വാതിൽ എന്താന്ന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ. മീറ്റിങ്ങുകളൊക്കെ നടത്താനായിട്ട് നേരത്തെ ബുക്ക് ചെയ്തെടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ആർക്ക്? ഗവൺമെന്റിന്റെ. ഓക്കെ. അങ്ങനെ ഓക്കെ കൊടുക്കും. ഓക്കെ. അപ്പം അതാ. ഓക്കെ മാം. ഓക്കെ. അപ്പോൾ അവർ അതാണ് ഈ 2 വാതിൽ അറിയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ മീറ്റിങ്ങുകളാണ്. അപ്പോൾ എന്തായാലും അത്യാവശ്യമൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഞങ്ങളുടെ റൂമിലേക്ക് കയറുകയാണ്. കാരണം ഞങ്ങൾ ചെക്കൗട്ടിനുള്ള പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ നല്ല സുഖമായിട്ട് AC ഒക്കെ കണ്ട. ഇവിടെ ഞങ്ങൾ എക്സ്ട്രാ ബെഡ് ഇട്ടതാണ്. ഇവിടെയും AC ഉണ്ട്. ഈ റൂമിലും AC ഉണ്ട്, ഇവിടെ AC ഉണ്ട്. പിന്നെ അപ്പോൾ ഇവിടെ എക്സ്ട്രാ ബെഡ്, പിന്നെ അത് ഇവിടെ സെറ്റിയൊക്കെ ഉണ്ട്. കൂടുതൽ പേർക്കൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ 3 പേരിൽ കൂടുതൽ ഇവർ അലവ് ചെയ്യില്ലായിരിക്കും ഒരു റൂമിൽ. ഇനി 2 എക്സ്ട്രാ ബെഡ് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ എല്ലാ മുറിയിലും 3 പേര് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുക. ഒരു ദിവസം നിങ്ങൾ ഈ 4 റൂമും എടുത്ത് ഇവിടെ വന്ന് രാജാവിനെ പോലെ ഒരു ദിവസം ജീവിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വെക്കേഷൻ ആവട്ടെ. ഇതാണ് ഞങ്ങളുടെ കൊച്ചു ഫാമിലി. ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ എല്ലാവരും കൂടിയൊക്കെ കൂടി നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങളും ഈ വെക്കേഷന് കൊച്ചു ടൂറുകളും കൊച്ചു സ്ഥലങ്ങളിലും വലിയ ടൂറുകളും എല്ലാം നടക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. അപ്പോൾ എൻജോയ് യുവർ വെക്കേഷൻ. ടിൽ ദെൻ ബൈ.